മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷെഫാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ആ ലണ്ടനിൽ നിന്ന് വരുമ്പോൾ 10,000 ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്കിൽ 1 മില്യനായി 5 മാസത്തില് 18ഓളം റെസ്റ്റോറൻ്റ് ആണ്. എല്ലാ റെസ്റ്റോറൻറ്റുമായിട്ട് 5 to 6 crore ആണ് നമ്മുടെ ഒരു റവന്യൂ വരിക. ഞാൻ വെറുതെ ഒരു ഉള്ളിവടയുടെ വീഡിയോ ഇട്ടതിനുണ്ട് $2,000. ചിലപ്പം വിചാരിക്കും ഞാൻ പറയുന്നത് തള്ളാണ് എന്ന് വിചാരിക്കും. ലോകത്ത് ഏതൊക്കെ സിറ്റിയിൽ മലയാളികളുണ്ടോ ഇവരൊക്കെ തന്നെ ഏതെങ്കിലും ഓരോ സിറ്റിയിൽ നിന്ന് തന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ട്, ഷെഫ് പ്ലീസ് നമുക്ക് ഇവിടെ തുടങ്ങാം. അപ്പോൾ ഇതാണ് ഓപ്പർച്യൂണിറ്റി. ഒരു 1000 എടുത്തെങ്കിലും ഞാൻ നോ പറഞ്ഞിട്ടുണ്ടാകും. അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് ഇയർ എക്സാമിന് മുമ്പ് എനിക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞു, സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പറ്റാണ്ടാണ് ഈ ഒരു സെക്യൂരിറ്റി ജോലിയിലേക്ക് അപ്പം എത്തുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ അന്ന് റെസ്റ്റോറൻറ്റ് കയറുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. അങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റിൽ എത്തുന്നത്. എന്ത് ജോലിയാണ് അവിടെ ആദ്യം കിട്ടുന്നത്? വെയിറ്റർ. ഞാൻ ഏതോ വലിയ മുതലാളിമാരുടെ ബിനാമിയാണെന്നൊക്കെ എപ്പോഴും പറയുന്നവരുണ്ട്. എന്നാൽ സേഫ്റ്റിനെയും ഫുഡ് സേഫ്റ്റിനെയും ക്വാളിറ്റിനെയും കളയാതെ ഇത്തിരി പ്രോസസ്സുകൾ കുറച്ചു, അപ്പം മാൻ ഓവർ കുറയും. അപ്പം അങ്ങനെ കുറച്ചും കൂടി വില കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ്. ക്രിറ്റിസിസങ്ങളിൽ മറ്റൊരു സംഭവം പലപ്പോഴും കണ്ടുവരുന്നത് ചില റെസ്റ്റോറൻറ്റുകൾ ക്ലോസ് ഡൗൺ ആയി, ഷട്ട് ഡൗൺ ആയി പോയി എന്നുള്ളതാണ്. അതെ, ചില സമയത്ത് തോന്നിയിട്ടുണ്ട് എന്നെ അവരൊരു ബിസിനസ്സുകാരനായിട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല.